ദൈവഹിതം എന്നുള്ളൊരു വിഷയത്തെ കുറിച്ച് വീണ്ടും സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. യോഹന്നാന്റെ 1-ാം ലേഖനം 2-ാം അധ്യായം അതിന്റെ 17-ാം വാക്യം നമുക്ക് വായിക്കാം. ലോകവും അതിന്റെ മോഹവും ഒഴിഞ്ഞു പോകുന്നു. ലോകവും അതിന്റെ മോഹങ്ങളും ഒഴിഞ്ഞു പോകുന്നു. ഇഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും ഇരിക്കുന്നു. 1 John chapter 2 verse 17. It says the world and its desires pass away, but the man who does the will of God lives forever. Hallelujah. The world and its desires will pass away, but whoever does the will of the God will live forever. ഈ വചനങ്ങൾക്കായി ദൈവത്തെ ഒന്ന് സ്തുതിക്കാമോ? The world and its desires will pass away, but whoever does the will of our Lord will live forever. ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുന്നവൻ എന്നും നിൽപ്പാൻ. ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട ഒരു തിരുവചനം ഇന്ന് പകൽക്കാലം നിങ്ങളുടെ മുമ്പിൽ വെക്കുക. എന്നും നിൽക്കുവാൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആത്മാവ് ഒരിക്കലും മരിക്കുന്നില്ല. Our spirit is immortal. Our body is mortal, but our spirit is immortal. ആത്മാവ് നശിക്കുന്നില്ല. എന്നാൽ ഈ വചനത്തിൽ ദൈവ ഇഷ്ടം ചെയ്യുന്നവൻ എന്നേക്കും നിൽക്കുമെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം യേശുവിനോടുകൂടെ നിൽക്കുന്നത് കൊണ്ടാണ് അത് എന്നേക്കും നിൽക്കുമെന്ന് പറയുന്നത്. യേശുവില്ലാത്ത ഒരു ആത്മാവ് നിത്യമായി നരകത്തിൽ പോകുന്നത് കൊണ്ട് അത് കണക്കാക്കപ്പെടുന്നില്ല ഈ തിരുവചനത്തിന്റെ അടിസ്ഥാനത്തിൽ. എന്നാൽ യേശുവിന്റെ ഇഷ്ടം ചെയ്യുന്നവനെ കുറിച്ച് പറയുന്നു, അവൻ എന്നേക്കും നിൽക്കും. എവിടെ നിൽക്കും? യേശുവിന്റെ സിംഹാസനത്തിൽ അവന്റെ മുഖം കണ്ടുകൊണ്ട് അവനെ ആരാധിപ്പാൻ നിൽക്കും. ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഇത് പകലിൽ ആ ചിന്തയിൽ നിന്നുകൊണ്ട് നിങ്ങളോട് സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. പലപ്പോഴായി many times I have talked to you about the will of God. The will of God to each and every person is being written in the heavenly places. But when Jesus was on this earth, he taught his disciples. His disciple asked him, Jesus, will you teach us how to pray? അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ കാണുന്നു, യേശു എങ്ങനെ തന്റെ ശിഷ്യന്മാർക്ക് പഠിപ്പിക്കുന്നു, പ്രാർത്ഥിപ്പാൻ പഠിപ്പിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം വിശുദ്ധീകരിക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും. അപ്പോൾ പരലോകത്തിൽ എന്നെ குறித்து எழுதப்பட்டிருக்கிறதான உங்களுடைய சித்தமே என் வாழ்க்கையிலே நிறைவேற வேண்டுமே என்று சொல்லி நாங்கள் ஜெபிக்க வேண்டும் என்று சொல்லி வேதத்தின் அடிப்படையில் நாங்கள் இயேசு கர்த்தர் அவர் கற்றுக் கொடுத்ததான ஜெபத்தை குறித்து பார்க்கும்போது அப்படி எழுதப்பட்டிருக்க நாங்கள் பார்க்க முடியாது. யோவான் எழுதின சுவிசேஷத்திலே நிருபத்திலே நாங்கள் இப்படி வாசிச்சோம், வானமும் பூமியும் ஒளிந்து போகும், கர்த்தருடைய சித்தம் செய்கிறவனே என்றும் நிற்பார். அப்படி என்று சொன்னால் we have to find out what the will of God is. நாங்கள் அறிந்து கொள்ள வேண்டும் ദൈവഹിതം എന്താണെന്നുള്ളത്. അറിഞ്ഞില്ല എങ്കിൽ നമുക്ക് അത് ചെയ്യുവാൻ കഴിയത്തില്ല. Unless you know what the will of God is, you will not be able to fulfill it. So God is expecting us to know what the will of God is to each and every person who is sitting right in front of me. അടുത്ത ഒരു വാക്യം കൂടെ വായിക്കാം. ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മുടെ കണ്ണിന് മുമ്പിൽ
മിന്നിത്തിളങ്ങുന്ന സകലതും ഒരു ദിവസം കത്തിച്ചാമ്പലാകും. ഞാനൊന്ന് പറയട്ടെ, ഇന്ന് നമ്മുടെ കണ്ണിന് മുമ്പിൽ മിന്നിത്തിളങ്ങുന്ന സകല കാര്യങ്ങളും കത്തിച്ചാമ്പലാകും. ഹല്ലേലൂയ. എന്നാൽ കത്തിച്ചാമ്പലാകാതെ നിലനിൽക്കുവാൻ ദൈവം നമ്മെ ആഹ്വാനം ചെയ്യില്ല. ഒരു വാഹനം പോകുമ്പം ഒരു ദൈവഭക്തൻ എന്നോട് ഇങ്ങനെ പറഞ്ഞു, ഞാൻ അറിയാതെ എന്റെ അറിവുകേടിൽ ഞാൻ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, ദേവദാസനെ ആ വാഹനം കണ്ടോ, എന്നാ വണ്ടിയാ, അതിന്റെ ആ എടുപ്പ് ഒരു പ്രത്യേക എടുപ്പാ. ഇത് പറഞ്ഞ മാത്രയിൽ അദ്ദേഹം എന്റെ കാലെ തട്ടിട്ട് പറയുക, മിന്നിത്തിളങ്ങുന്നതായി ഇന്ന് കാണുന്നതെല്ലാം ഒരു ദിവസം തീക്ക് കാത്തിരിക്കുന്നു. ഹല്ലേലൂയ. ബക്കിംഗ്ഹാം പാലസ് കാണിക്കുവാൻ കർത്താവിന്റെ പാസ്റ്റർ എം.കെ. മാത്യുവിനെ ഒരിക്കൽ ലണ്ടനിലേക്ക് കൊണ്ടുപോകാനിടയായി. അതിന്റെ പ്രൗഢിയും അതിന്റെ മനോഹരതയും കാണിക്കുകയും ഞങ്ങൾ കണ്ടുകൊണ്ട് നിൽക്കവേ കർത്തൃദാസൻ മാനുഷിക വിവരങ്ങൾക്കപ്പുറമായി താൻ ഇങ്ങനെ ഒരു കാര്യം ചിന്തിച്ചു, ഇത് ഒരിക്കൽ തീക്ക് വേണ്ടി കാത്തിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കണ്ണിന് മുമ്പിൽ ഇന്ന് കാണുന്ന സകലതും എന്ന് പറയുമ്പോൾ സകലതും തന്നെ തീക്ക് വേണ്ടി കാത്തിരിക്കുന്നു. പാദം ചവിട്ടി നിൽക്കുന്ന ഭൂമിയും തലയ്ക്ക് മുകളിൽ നിൽക്കുന്ന വാനവും ഒരു ദിവസം മാറിപ്പോകും. എന്നാൽ മാറിപ്പോകാത്തതൊന്നേ ഉള്ളൂ, ദൈവ ഇഷ്ടം ചെയ്യുന്നവൻ മാറിപ്പോകത്തില്ല. അവരെന്തേക്കും ദൈവസന്നിധിയിൽ നിൽക്കും. ദൈവ ഇഷ്ടം ചെയ്യാത്തവനെ കുറിച്ച് ലിസ്റ്റിൽ പോലുമില്ല. കാരണം അവനെ കുറിച്ച് എടുത്തു പറയുന്നില്ല. എന്നാൽ ചെയ്യുന്നവനെ കുറിച്ച് പറയുക, അവൻ നിൽക്കും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. എന്താണ് ദൈവഹിതം എന്ന വേഗത്തിൽ നമുക്കൊന്ന് ചിന്തിക്കാം. We are going to meditate what the will of God is. 1 Thessalonians chapter 4 verses 3. 1 Thessaloni 4 അധ്യായം 3 വാക്യം. ദൈവത്തിന്റെ ഇഷ്ടമോ പരിശുദ്ധീകരണം തന്നെ. ദേവനുടെ വിരുപ്പമേ വായിച്ചാട്ടെ. ദൈവത്തിന്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. ദൈവത്തിന്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. It is God's will that you should be sanctified. തമിഴിൽ ഒന്ന് വായിച്ചാട്ടെ. നിങ്ങൾ പരിശുദ്ധമുള്ളവர்களாக வேண்டும் என்று சொல்லி தேவனுடைய சித்தமாயிருக்கிறது. அந்தபடி நீங்கள் வேசி மார்க்கத்திற்கு ஆமா, நீங்க எழுதியிருக்கிறது பாருங்க, நாங்கள் பரிசுத்தமாய் வாழ வேண்டும் என்றது பரலோக தேவனுடைய சித்தமாயிருக்கிறது. ഹല്ലേലൂയ. തിരുമേശയുടെ മുമ്പിലേക്ക് അടുത്തു വരുന്ന ദൈവമൈതലേ, ചില മിനിറ്റുകൾ കൂടെ കഴിയുമ്പോൾ എന്റെ കൈ കൊണ്ട് ഞാനിതെടുത്ത് പ്രാർത്ഥിച്ച് മുറിച്ച് നിങ്ങളുടെ കയ്യിലേക്ക് തരാൻ പോവുക. ഇത് ഞാൻ ആരോടും എടുക്കണ്ട എന്ന് പറയത്തില്ല. പക്ഷെ തരുന്നതിന് മുൻപ് വചനത്തിന്റെ വ്യവസ്ഥ ഞാൻ പറയും. വ്യവസ്ഥയിൽ പ്രകാരം മാത്രമേ ഇതിലേക്ക് കൈവയ്ക്കാവൂ. കഴിഞ്ഞ ആഴ്ച ഒരു കർത്തൃദാസൻ പ്രസംഗിച്ച ഒരു വീഡിയോ ക്ലിപ്പ് വോയിസ് ഞാൻ കേൾക്കുവാനിടയായി. 7 ദിവസവും നമ്മുടെ ജീവിതം ജീവിച്ചിട്ട് 6 ദിവസവും ജീവിച്ചിട്ട് 7-ാം ദിവസം കർത്താവേ നീ എന്നെ അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞാൽ നമ്മെ കർത്താവ് അനുഗ്രഹിക്കാൻ നിൽക്കുന്ന ദൈവമല്ല. പ്രൈസ് ദി ലോർഡ്. ഒരു ദിവസം മാത്രമല്ല നമുക്ക് ദൈവത്തിന് യേശു കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച എല്ലാവരും തന്നെ ആഴ്ചയുടെ എല്ലാ നാളും, മാസത്തിന്റെ എല്ലാ നാളും, വർഷത്തിന്റെ എല്ലാ നാളും പോരാ, ജീവായുസ് മുഴുവൻ അവന്റെ ഇഷ്ടം ചെയ്യുവാൻ നമുക്കൊരു മനസ്സൊരുക്കമുണ്ടാകട്ടെ. തുടർന്നുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഏതെല്ലാം വിഷയങ്ങളിൽ വിശുദ്ധി ആവശ്യമാണെന്ന് ഇതിലൂടെ വായിക്കുമോ? നിങ്ങൾ ദുർനടപ്പ് വിട്ടൊഴിഞ്ഞ്. ദുർനടപ്പ്
വിട്ടൊഴിഞ്ഞ് ഓരോരുത്തൻ ദൈവത്തെ അറിയാത്ത ജാതികളെ പോലെ ഓരോരുത്തൻ ദൈവത്തെ അറിയാത്ത ജാതികളെ പോലെ കാമവികാരത്തിലല്ല കാമവികാരത്തിലല്ല വിശുദ്ധീകരണത്തിലും വിശുദ്ധീകരണത്തിലും മാനത്തിലും താന്താന്റെ പാത്രത്തെ നേടിക്കൊള്ളട്ടെ. താന്താന്റെ പാത്രത്തെ നേടിക്കൊള്ളട്ടെ. അടുത്തത്, ഈ കാര്യത്തിൽ ആരും അതിക്രമം സഹോദരനെ അതിക്രമിക്കുകയും ഈ കാര്യത്തിൽ ആരും അതിക്രമിക്കുകയോ ചതിക്കുകയോ ചെയ്യരുത്. ഞങ്ങൾ നിങ്ങളോട് മുമ്പേ പറഞ്ഞതുപോലെ ഈ വകയ്ക്ക് ഒക്കെയും പ്രതികാരം ചെയ്യുന്നവൻ കർത്താവല്ലോ. ആമേൻ. ഈ ലിസ്റ്റ് പ്രകാരം വീട്ടിൽ നിന്ന് വായിച്ചു നോക്കിയാൽ സമയമില്ലല്ലോ. നമ്മൾ മനസ്സിലാക്കേണ്ടത്, കഴിഞ്ഞ ദിവസം ആരോ ഒരാള് ലിസ്റ്റില് ഈ വാട്സപ്പിൽ ഇട്ടിരിക്കുന്ന കണ്ടു, പെന്തക്കോസുകാര് വേർവിട്ട വിശ്വാസികൾ ആഭരണം ധരിക്കണോ. എന്നിട്ട് അതിനകത്ത് മേളിൽ എഴുതിയിരിക്കുക, വലിയൊരു ലിസ്റ്റ് കൂടെ കൊടുത്തിരിക്കുക. ഇന്നത് അഹങ്കാരമാകുന്ന ആഭരണം വേണ്ട, അസൂയയാകുന്ന ആഭരണം വേണ്ട, അഹംഭാവം എന്ന് പറയുന്ന ആഭരണം വേണ്ട എന്ന് പറഞ്ഞ് വലിയൊരു ലിസ്റ്റ് അങ്ങോട്ട് കൊടുത്തിട്ട് പറയുക, ഇതെല്ലാം എന്ത് തന്നെയാ. അപ്പം കാതേലും കഴുത്തേലും ഉള്ളത് എടുത്തു മാറ്റിയിട്ട്, താൽക്കാലികമായി അതൊന്ന് എടുത്തു മാറ്റിയിട്ട് ജീവിതത്തിൽ ബാക്കിയെല്ലാം ഉണ്ടെങ്കിൽ നമ്മള് പവനെടുത്ത് മാറ്റിയതുകൊണ്ട് മാത്രം പ്രയോജനം ഇല്ല. അപ്പൊ ജീവിതത്തിൽ വിശുദ്ധിയുടെ പ്രമാണത്തിൽ എനിക്കും നിങ്ങൾക്കും നിൽക്കാൻ കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്തുള്ളൂ, നിത്യതയിൽ പോകാൻ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഈ വിശുദ്ധിയെ കുറിച്ച് പറയുമ്പോൾ പെട്ടെന്ന് അത് അങ്ങോട്ട് രസിക്കത്തില്ല. കാരണം എവിടെങ്കിലും ഏതെങ്കിലും ഒരു സൈഡിൽ നമ്മളെ കൊള്ളും. ഈ പറഞ്ഞതിനകത്ത് എവിടെങ്കിലുമൊക്കെ നമ്മളെ കൊള്ളും. അതുകൊണ്ട് ഇപ്പൊ ഞാൻ ഉൾപ്പെടെ എനിക്കും അറിയാം എവിടെങ്കിലുമൊക്കെ നമുക്കിട്ടും കൊള്ളും. അപ്പൊ പലപ്പോഴും ഞാനിത് കേൾക്കുമ്പോഴാണ്, കർത്താവ് എവിടോ നമുക്കിട്ടൊരു തട്ടിയല്ലോ നമ്മളും എന്ത് ചെയ്യും. എല്ലാവരുടെയും കാര്യമാണ്. പക്ഷെ വചനം കേൾക്കുന്തോറും നമ്മുടെ ജീവിതത്തിൽ എന്തുണ്ടാകണം. ഇത് പറയുന്നത് ആരെയും ഇടിച്ചു കൊല്ലാനായിട്ടല്ല, പറഞ്ഞു മനസ്സിലായി. ഇത് കേൾക്കുമ്പോൾ ഇത് പറയുന്നത് ആരെയും തല്ലിക്കൊല്ലാൻ അല്ല. അല്ല, വല്ല വിധേയം ഇത് കേട്ട് നാം ശുദ്ധീകരണം പ്രാപിച്ച് ഇവിടെ ചെല്ലണം. ഇതുണ്ടെന്ന് അറിഞ്ഞെങ്കിൽ മാത്രമല്ല നമുക്ക് ശുദ്ധീകരണം പ്രാപിക്കാൻ കഴിയത്തുള്ളൂ. അപ്പൊ ശുദ്ധീകരണം കൂടാതെ നമുക്ക് എന്തില്ല, ദൈവത്തെ കാണാൻ പറ്റത്തില്ല. അപ്പൊ ശുദ്ധീകരണം നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ്. ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും, ദൈവ ഇഷ്ടം ചെയ്യുന്നവനും എന്നേക്കും നിലനിൽക്കും. എന്താണ് ദൈവത്തിന്റെ ഇഷ്ടം? So that you and me may be sanctified by the blood of Jesus Christ. Will of God. The will of God is so that you and me may be washed by the blood of Jesus. We may be sanctified by the blood of Jesus. Hallelujah. അടുത്ത ഭാഗത്തേക്ക് നമുക്ക് വരാം. 1 പത്രോസ് 4-ാം അധ്യായം 19-ാം വാക്യം. 1 പേതുരു 4-ാം അധ്യായം 19-ാം വചനം. 1 Peter chapter 4 verses 19. അതുകൊണ്ട് ദൈവേഷ്ടപ്രകാരം കഷ്ടം സഹിക്കുന്നവർ നന്മ ചെയ്തുകൊണ്ട് തങ്ങളുടെ പ്രാണനെ വിശ്വസ്തനായ സൃഷ്ടാവിങ്കൽ പരമേൽപ്പിക്കണം. ഒരു വാക്യം മേളിൽ നിന്ന് വായിച്ചേ. അവിടെ പ്രയാസേന രക്ഷ പ്രാപിക്കുന്നുവെങ്കിൽ. ആമേൻ. നോക്കിയേ, നീതിമാൻ പ്രയാസേന രക്ഷ പ്രാപിക്കുന്നുവെങ്കിൽ ഗതി എന്താകും? അടുത്തത്, അതുകൊണ്ട് ദൈവ ഇഷ്ടപ്രകാരം കഷ്ടം സഹിക്കുന്നവർ. അതുകൊണ്ട് ദൈവ ഇഷ്ടപ്രകാരം കഷ്ടം സഹിക്കുന്നവൻ നന്മ ചെയ്തുകൊണ്ട് പ്രാണനെ വിശ്വസ്തനായ സൃഷ്ടാവിങ്കൽ ഫലമേൽപ്പിക്കട്ടെ. അടുത്തത്, അപ്പം നന്മ ചെയ്ത് കഷ്ടം സഹിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? അത് ദൈവ ഇഷ്ടമാണ്. അങ്ങനല്ലേ വായിച്ചേ? അതുകൊണ്ട് ദൈവ ഇഷ്ടപ്രകാരം കഷ്ടം സഹിക്കുന്നവർ നന്മ ചെയ്തുകൊണ്ട് തങ്ങളുടെ പ്രാണനെ വിശ്വസ്തനായ സൃഷ്ടാവിങ്കൽ ഫലമേൽപ്പിക്കട്ടെ. ദൈവഹിതം ചെയ്യുന്നവൻ എന്നേക്കും നിലനിൽക്കുമോ? നിലനിൽക്കണമെങ്കിൽ ദൈവ ഇഷ്ടം പ്രകാരം എന്ത് ചെയ്യണം? കഷ്ടം സഹിക്കണം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. എനിക്ക് ചില സമയത്ത് ചിരി വരും. എപ്പോഴാണെന്നറിയാമോ? എനിക്ക് സത്യം പറയാൻ ചിരി വരും.
എപ്പോഴാന്ന് ചോദിച്ചാൽ ചെറിയൊരു വിഷയം മതി, പെട്ടെന്ന് മുഖം എങ്ങനെ ഇരിക്കും അറിയാമോ? ഈ തൊട്ടാവാടിയിലോട്ട് തൊട്ടാ എങ്ങനെ ഇരിക്കും? തൊട്ടാ ഇങ്ങനെ തൊടുക പോലും വേണ്ട, കാറ്റടിക്കുന്ന പോലെ ഒരു ചെറിയൊരു മതി. അപ്പോഴത്തേക്ക് പിന്നെ എങ്ങനെ ഇരിക്കുന്നത്? അതെനിക്ക് പിന്നെ അതൊന്ന് ശരിയായി വരണമെങ്കിൽ പിന്നെ എത്ര എടുക്കും? ചില മിനിറ്റുകൾ, ചിലപ്പോൾ അരമണിക്കൂറോ എത്താനറിയില്ല. ഏതായാലും ഇങ്ങനെയാ ചില വിശ്വാസികൾ. എങ്ങനെയാണെന്നറിയാമോ? തൊട്ടാവാടി അയച്ചേ മതി, എന്ത് ചോദിച്ചേ മതി, ഇച്ചിരേ മതി. കഷ്ടം നമുക്ക് സഹിക്കാൻ. പക്ഷേ ഈ പത്രോസിനെ കുറിച്ച് പഠിക്കുമ്പോഴേ, പത്രോസിനെ കൈകാര്യം ചെയ്യാൻ യേശു കർത്താവ് പണിപ്പെട്ടതുപോലെ വേറെ ആരുടെയും കാര്യത്തിൽ പണിപ്പെട്ടിട്ടുണ്ടോ? പണിപ്പെട്ടിട്ടുണ്ടോ? എന്തോ ഒരു ഭയങ്കരനായ മനുഷ്യനായിരുന്നു പത്രോസ്. എല്ലാം കഴിഞ്ഞ് 3.5 വർഷം കഴിഞ്ഞപ്പോഴും വാളൂരി ആരുടെ ചെവിയാ വേണ്ടി? ഇത്രയും 3.5 വർഷം കൂടെ നടന്നിട്ടും പുള്ളിയുടെ ചെവി കുത്തിക്കളഞ്ഞു. അപ്പൊ ആലോചിച്ച് നോക്കിയേ, ഈ പുള്ളിയെ പണിഞ്ഞെടുക്കാൻ ഞാൻ ചിന്തിക്കുകയായിരുന്നു. വചനത്തിൽ വായിക്കുന്ന ഒരു വാക്യമുണ്ട് 18-ാം സങ്കീർത്തനത്തില്. എന്താണെന്നറിയാമോ? നിന്റെ സൗമ്യത എന്നെ, റോമാലേഖനത്തിൽ ഒരു വാക്യമുണ്ട്, ദൈവമേ എന്നെ ദീർഘക്ഷമയോടെ നീ എന്നെ സഹിച്ചു. പത്രോസിനെ 3.5 വർഷമേ കർത്താവ് സഹിച്ചുള്ളൂ. നമ്മെ, ഞാനിനി എന്നെ പറയാം, എന്നെ കർത്താവ് നീ എത്ര കാലമായി സഹിക്കുന്നു? നമ്മെ വെച്ച് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കി. നമ്മെ ഒന്ന് ശരിയാക്കിയെടുക്കാൻ തമ്പുരാൻ എത്ര കാലമായി പരിശ്രമിക്കുകയായിരിക്കും. നമ്മെ ഈ തൊട്ടാവാടി സ്വഭാവം എന്തോ ഒരു ഭയങ്കരമാണ്. ഞാൻ സത്യം പറയാ, അത് ചിരി വരും. ഞാൻ അങ്ങ് ചിരിച്ചുമ്പോൾ ചില സമയത്ത് നമ്മൾ ക്രിസ്തുവിൽ ബലപ്പെടാനും മുന്നേറാനുമുള്ള സമയം പണ്ടേ കഴിഞ്ഞു. ഹല്ലേലൂയ. അപ്പം അവിടെ എഴുതി നോക്കി, അതുകൊണ്ട് ദൈവ ഇഷ്ടപ്രകാരം കഷ്ടം സഹിക്കുന്നവൻ നന്മ ചെയ്തുകൊണ്ട് തങ്ങളുടെ പ്രാണനെ വിശ്വസ്തനായ സൃഷ്ടാവിങ്കൽ ഫലമേൽപ്പിക്കട്ടെ. 3-ാമത്തെ വിഷയത്തിലേക്ക് നമുക്ക് വരാം. യോഹന്നാന്റെ സുവിശേഷം, Gospel to John, chapter 6, verses 28 and 29. വായിക്കുമോ? അവൻ അവനോട് ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തികളെ പ്രവർത്തിക്കേണ്ടതിന് ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. യേശു അവരോട്, ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി അവൻ അയച്ചവനിൽ നിങ്ങൾ വിശ്വസിക്കുന്നതത്രേ എന്ന് ഉത്തരം പറഞ്ഞു. ആമേൻ. അവനിൽ അയച്ച കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കാൻ കഴിയുന്നതാണ് ദൈവ ഇഷ്ടം. നമ്മൾ രക്ഷിക്കപ്പെടാൻ നേരം നമ്മൾ എന്താ ചെയ്തേ? നമ്മൾ യേശു കർത്താവിനെ എന്ത് ചെയ്തു? വിശ്വസിച്ചു. How could we get saved? If you confess with your mouth that Jesus is Lord, and if you believe in your heart that God has raised His Son Jesus Christ from death, you will be saved. വായ് കൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയും, നീതിക്കായി ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ എന്ത് ചെയ്യും? രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട ദൈവപൈതൽ. ഇനി എന്തിന്? സ്നാനം തന്നെ വിശ്വാസത്തിലായിരുന്നു. മാർക്കോസ് 16:16 വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ. ഇനിയും അടുത്ത പടി എങ്ങനെയാ? ജീവിത യാത്രയിൽ ഏതൊരാവശ്യത്തിനും നമ്മൾ എന്ത് ചെയ്യണം? അത്രേ, അവനിൽ വിശ്വസിക്കണം. ജീവിതയാത്രയിൽ അവനിൽ വിശ്വസിക്കുക. അവനെന്നെ കൈവിടത്തില്ലെന്ന് വിശ്വസിക്കുക. கர்த்தர் உங்களை கைவிட மாட்டார் என்று நம்புங்க. தேவனுடைய சித்தம் என்ன தெரியுங்களா? என்னை அழைத்த தேவன் உண்மை உள்ளவர். அவர் என்னை கைவிடவே மாட்டார். அவர்தான் என்னை அழைத்தார். அவர் என்னை கடைசி நிமிஷம் வரையும் என் கரம் பிடித்து நடத்துவார் என்று நான் அவரை பார்த்தவரை நம்பும் போது அது தேவனுக்கு சித்தமா இருக்கிறது. ഹല്ലേലൂയ. ജീവിതത്തിന്റെ ഏത് വഴികളിലും രക്ഷിക്കപ്പെടുന്ന ഒരു വ്യക്തി,
രക്ഷിക്കപ്പെട്ട നിമിഷം ഒരാള് വെടിവെച്ച് കൊല്ലുവാണെങ്കിൽ നിശ്ചയമായിട്ട് സ്വർഗത്തിൽ പോകും. ജീവിക്കാൻ പ്രയാസമൊന്നുമില്ല, ഒരു വെടി കൊണ്ട് തീർന്നു. എന്നാൽ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട ദൈവ പൈതൽ അടുത്ത ഒരു 50 വർഷം ജയകരമായി ജീവിച്ച് ആമേൻ വിശ്വസ്തനായ ദൈവത്തിന്റെ കരങ്ങളിൽ ആത്മാവിനെ ഫലമേൽപ്പിക്കുക എന്ന് പറയുന്നത് കൊച്ചു കാര്യമാണോ? അല്ല, അത് വലിയ പ്രയാസമുള്ള കാര്യമാണ്. കർത്താവ് പറഞ്ഞു, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടം ഉണ്ട്, എങ്കിലും ആനാലും ദൃഢം കൊള്ളുங்கள், ഞാൻ ഉലകത്തെ ജയിച്ചു. ഹല്ലേലൂയ. ഉലകത്തിൽ നിങ്ങൾക്ക് കഷ്ടം ഉണ്ട്, ആനാലും ദൃഢം കൊള്ളുங்கள், ഞാൻ ഉലകത്തെ ஜெயிச்சே. அவர் எங்களை அழைக்கிறார். ஏன் அழைக்கிறார்? நான் ஜெயிச்சிட்டேன். நீ போகிறதான வழி எப்படி கடினமானது என்று தெரியும். அதனால நீ என் கூட வா, என்னை நம்பு. நீ என்னை நம்பி என் கூடவே என்னை சார்ந்து நில்லு, நான் உன்னை கைவிட மாட்டேன். ഹല്ലേലൂയ. ദൈവം നമ്മളോട് ചോദിക്കുന്നത്, നിനക്ക് എന്നെ ഒന്ന് വിശ്വസിക്കാൻ പറ്റുമോ? Could you not trust me? In all the ways that we go. നമ്മൾ പോകുന്ന വഴിയിൽ ഈ ബിലിസോൻ 2 ആഴ്ച മാത്രം ജോലി അവധി കിട്ടി. ഇനി തരത്തില്ലെന്ന് പറഞ്ഞ സ്ഥാനത്ത് ഒരാഴ്ചയുടെ ഫുൾ പേയ്മെന്റിൽ കർത്താവ് എഴുതി കൊടുക്കത്തക്കവണ്ണം അധികാരിയുടെ ഹൃദയത്തെ തോന്നിപ്പിച്ച ദൈവമാണോ? അപ്പൊ വിശ്വസിച്ചതുകൊണ്ട് നഷ്ടം വന്നോ? വിശ്വസിച്ചതുകൊണ്ട് നഷ്ടം വന്നോ? കഴിഞ്ഞ നാളുകളിലെ ദീർഘനാളുകളുടെ പ്രാർത്ഥനയായിരുന്നു ഉണ്ണിയുടെ വിദ്യാഭ്യാസം. കഴിഞ്ഞ ദിവസം ആ വാദ്യാരോടുകൂടെ പിന്നെ ഗാനമസൂരിയും ഉണ്ണിക്കൊണ്ടും നിന്നൊരു ഫോട്ടോ കണ്ടപ്പം ഞാൻ മനസ്സ് തുറന്ന് ദൈവത്തോട് പറഞ്ഞു, പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകുന്ന ദൈവം ജീവിതത്തിന്റെ ഓരോ വഴികളിലും തുടർന്നുള്ള നാളുകളിലും യേശുവിനോട് ചേർന്ന് നിൽക്കുന്ന സൗരി അവൻ കൈവിടാതെ നടത്തുന്ന ദൈവമാണ്. അബ്രഹാമിനോട് അവൻ പറഞ്ഞു, ഞാൻ നിന്റെ അതിമഹത്തായ പ്രതിഫലവും ഞാൻ നിന്റെ പരിചയവുമാ. നിനക്ക് വിരോധമായി വരുന്ന ഒരു പ്രശ്നത്തെ ഞാനാ തടുത്തു നിർത്തുന്നത്. ഞാൻ നിന്റെ പരിചയ. നീ എന്നെ ഒന്ന് വിശ്വസിച്ചാ മതി. നിന്റെ ജീവിതയാത്രയിൽ നിന്നെ സഹായിപ്പാൻ എനിക്ക് കഴിയുമെന്ന് നീ ഒന്ന് വിശ്വസിച്ചാ മതി. നമ്മുടെ കയ്യിൽ പിഞ്ചു കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ ആ പിഞ്ചു കുഞ്ഞുങ്ങളെ തിരക്കേറിയ ഈ വഴിയിൽ കൂടെ മറുകര കടക്കുവാൻ നമ്മൾ അനുവദിക്കുമോ? ഒരിക്കലും അനുവദിക്കത്തില്ല. നാം കൂടെ കൈപിടിച്ച് അല്ലെങ്കിൽ ഇതുപോലെ എടുത്ത് സുരക്ഷിതമായി അക്കരെ എത്തിക്കുന്നത് പോലെ ഉടയവനായ ദൈവം എത്ര തിരക്കേറിയ കഷ്ടത നിറഞ്ഞ വല്ലാത്ത പാതയിലും അവൻ നമ്മെ ഒരൽപ്പം പോലും ഛേദമേൽക്കാതെ അക്കരെ കൊണ്ടെത്തിച്ച് നമ്മെ ജയശാലികളായി നിർത്തുവാൻ എന്റെ ദൈവത്തിന് കഴിയുമെന്ന് വിശ്വസിക്കുക. ഹല്ലേലൂയ. ചില ആഴ്ചകൾക്ക് മുമ്പ് ഞാൻ പറഞ്ഞൊരു വാക്യം നിങ്ങൾ ഓർമ്മയുണ്ടോ? തെസ്സലോനിക്ക ലേഖനത്തിലെ ഒരു വാക്യം. When the word of God came to the church of Thessalonica, the church of Thessalonians took it as it is from God himself. ദൈവത്തിൽ നിന്ന് വന്നതായി അവരെ വചനമെടുത്തു. ആ നിമിഷം, the moment they believed the word of God, Bible says the word of God works within them who believes. വിശ്വസിക്കുന്നവരുടെ അകത്ത് ഈ ദൈവശക്തി വ്യാപരിക്കും. ഞാനൊന്നുകൂടെ പറയാം, വിശ്വസിക്കുന്നവരുടെ അകത്ത് ഈ ദൈവശക്തി വ്യാപരിക്കും. ഞാന് സാക്ഷിയായിട്ട് പറയാം, കഴിഞ്ഞ 1.5 മാസത്തിന് മുമ്പ് ഒരു ആഫ്രിക്കൻ ചർച്ചിൽ ചേരണമെന്ന് പറഞ്ഞു. ഞാൻ പപ്പായോടും അമ്മയോടും ആകുന്ന ഒഴിയാൻ നോക്കി. അവരും വിളിച്ചത് കൊണ്ട് നടന്നില്ല.
ഞാൻ കഴിഞ്ഞ ദിവസം ഇന്ന് രാവിലെ പോയപ്പോ പോകുന്ന വഴിക്കും പ്രാർത്ഥിച്ച കർത്താവ് എന്നെ ലജ്ജിപ്പിക്കല്ലേ എന്ന് നെഞ്ചത്ത് കൈവച്ച് പറഞ്ഞു പോയി. വേദവസം ചേർത്ത് പിടിച്ചു പറഞ്ഞു, എന്റെ അപ്പച്ച വാക്കുകളില്ലാതെ തടുമാറി പോയെങ്കിൽ എന്തോ ഒരു നാണംകേടായി പോകും, നാണം കെടാൻ അനുവദിക്കരുത് എന്ന് പറഞ്ഞു പോയി. ചെന്ന് കയറിയപ്പോഴേ ഭയങ്കര ആഘോഷത്തിന്റെ ശബ്ദം കേൾക്കാം. ഇസ്രായേൽ മക്കൾ പാളയത്തിൽ അവൻ ആ പെട്ടകം വന്നപ്പോ ചാടി തുള്ളുന്നത് പോലെ അവിടെ ഭയങ്കര ചാട്ടവും തുള്ളലും ആരാധന നടന്നുകൊണ്ടിരിക്കുക. കൂട്ടത്തിൽ ഞാനും കയറി ചെന്നും അമ്മയുണ്ട് ഇപ്പുറത്ത്. ഞങ്ങൾ ചെന്നപ്പം ആമയെ പിടിച്ചുകൊണ്ടുപോയി മുന്നിലിരുത്തിയപ്പോ അമ്മ മുന്നോട്ട് നോക്കാനൊരു പേടി. കാരണം ഭയങ്കരന്മാരായ കൂട്ടന്മാർ മുമ്പിൽ നിൽക്കുന്നു. ഇടത്തോട്ട് നോക്കിയപ്പോഴും ഭയങ്കരന്മാർ, ചുറ്റും നോക്കിയപ്പോഴും ഭീകരന്മാർ നിൽക്കുക. എന്റെ കർത്താവേ, വല്ലതും ഒരു വാക്ക് വാടിപ്പോകുക വല്ലതും ചെയ്തെങ്കിൽ തിരിച്ച് ചർച്ച ചെല്ലണമല്ലോ എന്ന് ഇങ്ങനെ പേടിച്ചിങ്ങനെ നിൽക്കുമ്പോഴാ ദൈവാത്മാവിന്റെ ഹൃദയത്തിലൊരു ചിന്ത, ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. നിന്നെ കുറിച്ച് ഞാൻ ചെയ്തെടുക്കുവാൻ ആഗ്രഹിച്ച സകല കാര്യവും നടത്തി തീരും വരെ I will not leave you or forsake you. ഈ വചനവന്റെ ഉള്ളിലേക്ക് കയറിയപ്പം നന്ദിയോടെ ദൈവത്തെ സ്തോത്രം ചെയ്തു. ഈ ദാവീദ് ഫെലിസ്ത്യയുടെ മുമ്പിൽ നിന്നതുപോലെ ഞാൻ അവരുടെ മുമ്പിലല്ല നിന്നത്. യുദ്ധത്തിന് വേണ്ടി ഒന്നും അല്ലെന്ന് പറഞ്ഞാലും ഇത് കാണുമ്പോ നമ്മുടെ ഉള്ളത്തിൽ ചെയ്യും. എന്നാൽ ഒരു 150 പേര് കൂടി വരുന്ന സദസ്സിൽ ഒരു മണിക്കൂർ പരിചയമില്ലാത്തൊരു ഭാഷയിൽ പ്രവഹിക്കാൻ തുടങ്ങി. ഞാൻ ഇറങ്ങി വന്നപ്പോ ചോദിച്ചു, അമ്മയെ അബദ്ധം വല്ലതും വിളിച്ച് പറഞ്ഞോ? അത് ഞാൻ ചോദിച്ചപ്പോൾ കണ്ണുനീരോടെ കൈ ഉയർത്തി, എന്റെ ദൈവമേ നിന്നെ നന്ദിയോടെ സ്തുതിക്കുന്നെന്ന് പറഞ്ഞ് ആ മാതൃഹൃദയം ദൈവത്തെ സ്തോത്രം ചെയ്ത് കാണുവാനിടയായി. ഞാൻ പറഞ്ഞതിന്റെ സാരം പൊങ്ങച്ചം പറയാമെന്ന് വിചാരിക്കല്ലേ. എന്റെ കർത്താവിൽ ആശ്രയിച്ചാൽ കൈവിടത്തില്ലെന്നുള്ളതിന് ഒരു തെളിവ് ഞാൻ പറയുക. നിങ്ങളുടെ കഴിവുകേട് കണ്ടോണ്ട്, നിങ്ങളുടെ കഴിവുകേട് എന്റെ കഴിവുകേട് കണ്ടോണ്ട് പുറമോട്ട് നിൽക്കേണ്ട. ശക്തിയോടെ കർത്താവിന്റെ നാമത്തിന് വേണ്ടി നിൽക്ക്. നമ്മുടെ പ്രാപ്തിക്കപ്പുറമായി, നമ്മുടെ കഴിവുകൾക്കപ്പുറമായി നമ്മെ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ ബലഹീനതകളെ കണ്ട് തളർന്നു പോകേണ്ട, നമ്മുടെ ബലഹീനതകളെ കണ്ട് ഒടുങ്ങി പോകേണ്ട. അതിനപ്പുറമായി ഇതിനെ ശക്തീകരിക്കാൻ കഴിയുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മുടെ മേൽ വ്യാപരിച്ചു തുടങ്ങുമ്പോൾ ആളുമാറിയവരെ പോലെ നാം ശക്തിയോടെ കുതിച്ചെഴുന്നേക്കുവാനിടയാകും. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പാട്ടുകാരൻ ഇങ്ങനെ പാടുന്നത്, When the Spirit of God comes upon me, I will dance like David danced. പരിശുദ്ധാത്മാവ് വരുന്നതിന് മുമ്പ് ഡാൻസ് ചെയ്യാൻ നാണമാ, ഒന്ന് ചലിക്കാനും നാണമാ. പ്രത്യേകിച്ച് നമ്മുടെ മലയാളികൾ അങ്ങനെ ചലിക്കത്തില്ല. ഞാൻ അങ്ങനെ ചലിക്കത്തില്ല. പക്ഷെ ആത്മാവ് കയറും, ആത്മാവ് നമ്മളെ അവിടെ നിയന്ത്രിക്കാൻ തുടങ്ങുമ്പോ അറിയാതെ കാലിന് ചലനം വരും, കൈക്ക് ചലനം വരും, ഉടലിൽ ചലിക്കും. അതിനും തുറന്ന ദൈവത്തെ സ്തോത്രം ചെയ്യും. ഹല്ലേലൂയ. ഇതായിരുന്നു വ്യത്യാസം. അതുകൊണ്ടാ പറഞ്ഞു, സെരുബാബേലിനുള്ള ദൈവത്തിന്റെ ആലോചനയാവിത് സൈന്യത്താലുമല്ല ശക്തിയാലുമല്ല ദൈവത്തിന്റെ ആത്മാവിനാൽ കാര്യം നടക്കും. ഇതൊന്ന് വിശ്വസിക്കാൻ പറ്റുമോ? ജോമോനെ ഇതൊന്ന് വിശ്വസിക്കാമോ? സൈന്യത്താലുമല്ല ശക്തിയാലുമല്ല ദൈവത്തിന്റെ ആത്മാവിനാൽ ദൈവം ചിലത് ചെയ്യുമെന്ന് വിശ്വസിക്കാൻ. നിന്റെ മുമ്പിലുള്ള മഹാപർവ്വതം നിന്റെ മുമ്പിൽ സമഭൂമിയായി മാറ്റുവാൻ എന്റെ ദൈവത്തിന് കഴിയുമെന്ന് വിശ്വസിക്കേ. ചിന്തിച്ചു നോക്കിയേ, 2 കിഡ്നി ഫെയിലിയർ ആയ ഒരു സഹോദരി ഇന്ന് ആരോഗ്യത്തോടുകൂടി നമ്മൾ മുമ്പിൽ നിൽക്കുകയും കർത്താവിനെ നന്ദിയോടെ ആരാധിക്കുകയും ജോലി ചെയ്യുകയും ചെയ്യുന്നു. ഇത് കർത്താവിനാൽ സംഭവിച്ചതല്ലേ? ഞാൻ പറയുന്നത്, യേശുവിൽ വിശ്വസിക്കുന്നവൻ ലജ്ജിച്ചു പോകത്തില്ല. യേശുവിൽ വിശ്വസിക്കുന്നവൻ അവൻ ലജ്ജിച്ചു പോകത്തില്ല. ഹല്ലേലൂയ. വാക്യം ഒന്നുകൂടെ വായിച്ചു കൊടുക്കുന്നതാണല്ലോ. ദൈവം അയച്ചവനിൽ വിശ്വസിക്കുന്നതത്രേ ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി.
എത്ര കാര്യങ്ങളായി? ഒന്നാമത്, so that you and me may be sanctified through the blood of Jesus. രണ്ടാമത്തേത്, നാം കഷ്ടം സഹിക്കുന്നത് ദൈവത്തിന്റെ ഇഷ്ടം. മൂന്നാമത്, അവനിൽ വിശ്വസിക്കുന്നവൻ അത് ദൈവത്തിന്റെ പ്രവൃത്തി. ആമേൻ. അത് ദൈവത്തിൽ വിശ്വസിക്കുന്നവന് എന്താ? ദൈവത്തിന്റെ ഹിതം ചെയ്യുന്നു. ദൈവത്തിൽ ഒരു വാക്യമുണ്ട്, എന്റെ നീതിമാൻ അടുത്ത വാക്യമാ ഭയങ്കരം. പിന്മാറുന്നുവെങ്കിലോ എന്റെ ഉള്ളം അവനിൽ പ്രസാദിക്കുന്നില്ല. ഇതുവരെ അവനാണ് നടത്തിയെങ്കിൽ ഇതുവരെ ഉടയവനാ നടത്തിയതെങ്കിൽ നാളെ കർത്താവ് നടത്തുമെന്ന് വിശ്വസിക്കേ. അവനാണ് കൂട്ടിക്കൊണ്ടുവന്നതെങ്കിൽ കഷ്ടതയേറിയ കുന്നുകളും മലകളും ലഘുവായി കിടക്കുവാൻ ഉടയവൻ ത്രാണി തന്നുവെങ്കിൽ മുമ്പിൽ നിൽക്കുന്ന മഹാപർവ്വതം സമഭൂമിയായി മാറ്റുവാൻ എന്റെ കർത്താവിന് കഴിയുമെന്ന് വിശ്വസിക്കുക. പരിശുദ്ധയാത്മാവിൽ പറയുക, മുൻപിൽ നിൽക്കുന്ന മഹാപർവ്വതത്തെ സമഭൂമിയാക്കി മാറ്റുവാൻ സ്വർഗത്തിലെ ദൈവത്തിന് കഴിയും. അവനിൽ വിശ്വസിക്കുക. അവനിൽ വിശ്വസിക്കുന്നത് ദൈവത്തിന്റെ പ്രസാദം. അവനിൽ വിശ്വസിക്കുന്നത് കർത്താവിന്റെ പ്രസാദം. ഇതുവരെ നടത്തിയവൻ നാളെ നടത്തുവാൻ കഴിയത്തില്ലേ? ഇതുവരെ കർത്താവ് കൊണ്ടുവന്നുവെങ്കിൽ ഒരമ്മ ചേർത്ത് പിടിച്ചു കൊണ്ട് നടക്കുന്നത് പോലെ, ഒരപ്പൻ കൈ പിടിച്ച് ചേർത്ത് കൊണ്ടുപോകുന്നത് പോലെ ഇതുവരെ കൊണ്ടുവന്നത് സത്യമാണെങ്കിൽ നാളെ ഇതിനെ നടത്താൻ എന്റെ കർത്താവിന് കഴിയും. വിശ്വസിക്കുന്നവന് കഴിയും. വിശ്വസിക്കാത്തവരൊന്നും നടക്കത്തില്ല. ഹല്ലേലൂയ. അടുത്ത വാക്യം വേഗം മുൻപോട്ട് പോകാമല്ലോ. 1 Timothy chapter 2 verses 4. God wants all men to be saved. അവൻ സകല മനുഷ്യരും രക്ഷ പ്രാപിപ്പാൻ സത്യത്തിന്റെ പരിജ്ഞാനത്തിൽ എത്തുവാനും ഇച്ഛിക്കുന്നു. God wants all men to be saved and to come to the knowledge of truth. Hallelujah. God wants every man to be saved and every man to come to the knowledge of truth. എല്ലാവരും രക്ഷിക്കപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. റോമാലേഖനത്തിൽ ഇങ്ങനെ വായിക്കുന്നു, according to the foreknowledge of Christ Jesus, he has called us, he has justified us, and now partially he has glorified us. And when our Lord and Savior Jesus Christ returns, he is going to glorify us completely. മുൻനിയമിച്ചവരെ വിളിച്ചവരെ നീതീകരിച്ചവരെ തേജസ്കരിച്ചിരിക്കുന്നു. പൂർണ്ണമായ തേജസ്കരണം നടക്കുന്നത് അവന്റെ വരവെങ്കിൽ മാത്രമാണ്. ഹല്ലേലൂയ. വായിച്ച വേദഭാഗം ശ്രദ്ധിച്ചോ. God wants all men to be saved and to come to the knowledge of truth. അടുത്ത ഭാഗം കൂടെ വായിച്ചാൽ നമുക്ക് പ്രാർത്ഥിക്കാം. മധ്യസ്ഥനും ഒരുവൻ. അടുത്തത്, എല്ലാവർക്കും വേണ്ടി മറുപടിയായി തന്നെത്താൻ കൊടുത്ത മനുഷ്യനായ ക്രിസ്തു തന്നെ. ഹല്ലേലൂയ. 1 തെസ്സലോനിയ 5:18 വാക്യം. ഇത് മുഖ്യമായ ഒരു വിഷയമാണ്. 1 Thessalonians chapter 5 verses 18. எல்லாவற்றிலையும் ஸ்தோத்திரம் செய்யுங்கள், அப்படி செய்வதே கிறிஸ்துவுக்குள் உங்களை குறித்து தேவனுடைய சித்தமாக இருக்கிறது. இங்கிலீஷில் வாய்க்காமோ? In everything give thanks, for this is the will of God, Christ Jesus for you. Hallelujah.
Give thanks to the Lord in all circumstances. സ്തോത്രം. നഷ്ടമാകുമ്പോഴും സ്തോത്രം ചെയ്യാൻ പറ്റുന്നത് പ്രയാസമാണ്. ഒരു പ്രതീക്ഷയുമില്ലാതെ എന്തിനോ വേണ്ടി മാറ്റി വെച്ചിരുന്ന പൈസ പെട്ടെന്ന് കയ്യിൽ നിന്ന് അങ്ങ് പോയാൽ സ്തോത്രം വരത്തില്ല. മൊബൈലുകാരൻ പെട്ടെന്ന് നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ ഒരു 50 രൂപ കൂടുതൽ എടുത്താൽ സ്തോത്രം വരത്തില്ല. കാറിന് പെട്ടെന്ന് ടയർ മാറേണ്ടി വന്നാൽ പെട്ടെന്ന് സ്തോത്രം നമുക്ക് എനിക്ക് ഉൾപ്പെടെ എന്റെ കാര്യമാണ്. പക്ഷേ സങ്കടവേളയിലും സന്തോഷവേളയിലും ദൈവത്തിന്റെ ആഗ്രഹം എന്നാണെന്നറിയാമോ? എല്ലാറ്റിനും ഇത് പരിചയിക്ക് തുടങ്ങണ്ടേ നമുക്കിനി? ഞാനൊരു കാര്യം ചോദിക്കട്ടെ. Maybe we have not started practicing it, but shall we not start practicing it today? എന്നെങ്കിലും ഒരു ദിവസം പ്രാക്ടീസ് ചെയ്ത് തുടങ്ങണ്ടേ? പപ്പ രക്ഷിക്കപ്പെട്ട സമയത്ത് എപ്പോഴും ഹല്ലേലൂയ സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കുക. ഇത് കേൾക്കുന്ന ഞങ്ങൾക്ക് ഭയങ്കര ഇറിറ്റേഷനാണ്. കാരണം ഇത് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതും എല്ലാം പറയുന്ന പോലെ തോന്നുമായിരുന്നു. അപ്പൊ ഓർക്കുന്നുള്ള കാലം അപ്പായെക്കാളും അമ്മയാണ് നന്നായിട്ട് ഓർക്കും. എന്ത് പറഞ്ഞാലും ഹല്ലേലൂയ സ്തോത്രം. അമ്മച്ചിയോട് ഞങ്ങൾ പരാതി പറഞ്ഞു. അമ്മച്ചി ഇതെന്തോ അമ്മച്ചി ഇതിങ്ങനെ പപ്പ പോകുന്നിടത്ത് വരുന്നത് ഹല്ലേലൂയ സ്തോത്രം പറഞ്ഞോണ്ടിരിക്കുന്നത്. ഇന്നലെ അമ്മച്ചി പറഞ്ഞടാ, ഒരു കൊല്ലത്തിന് മുമ്പ് വായിന്ന് വരുന്നൊക്കെ നീ കേട്ടതില്ലയോ? അതിനെക്കാട്ടിലും നല്ലതല്ലയോ ഹല്ലേലൂയ സ്തോത്രം പറയുന്നേ? ഒന്ന് ദേഷ്യം വന്നാൽ വരുന്നത് എന്താണെന്ന് നിനക്കറിയാമല്ലോ. അതിനെക്കാട്ടിലും എത്രയോ നല്ലതാ ഹല്ലേലൂയ സ്തോത്രം പറയുന്നത്. അത് ഓർത്തപ്പോൾ നന്ദിയോടെ കർത്താവ് ഞങ്ങൾ സ്തോത്രം ചെയ്തു. കർത്താവ് കൊടുത്ത മാറ്റത്തിനായി ഇന്ന് മുതലൊന്ന് പ്രാക്ടീസ് ചെയ്യാമോ സഹോദരങ്ങളെ? നമുക്കൊന്ന് പ്രാക്ടീസ് തുടങ്ങാം. എല്ലാ സാഹചര്യങ്ങളിലും പനി വരുമ്പോഴും കർത്താവിന് സ്തോത്രം പറയാമോ? തലവേദന എടുക്കുമ്പോഴും പല്ലിന് വേദന ഉള്ളപ്പോഴും കർത്താവിന് സ്തോത്രം ചെയ്യാൻ തുടങ്ങുമോ? പ്രയാസമാ, പക്ഷെ തുടങ്ങിയാൽ അത് കർത്താവിന് പ്രസാദം. ഞാൻ ഒന്നുകൂടെ പറയാം. അമ്മ സിസ്റ്റർ, அது ரொம்ப பிரயாசம். கஷ்டத்தின் மத்தியிலே தேவரீர் உங்களுக்கு நன்றி என்று சொல்லுகிறது பெரிய கஷ்டம். ஆனால் தேவன் விரும்புகிறார் எந்த சூழ்நிலையிலும் கர்த்தரையே தொழுது கொள்ள வேண்டும், அவருக்கு நன்றி செலுத்த வேண்டும். ஹல்லேலூயா ஸ்தோத்திரம். ഏത് സാഹചര്യത്തിലും അവനെ സ്തോത്രം ചെയ്യുക. റോമാലേഖനം 12-ാം അധ്യായം 1-2 വാക്യങ്ങൾ വായിച്ചു നിർത്തുക. റോമാലേഖനം 12-ാം അധ്യായം 1-2 വാക്യങ്ങൾ. ഞാൻ ദൈവത്തിന്റെ മനസ്സിൽ ഓർമ്മിപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിപ്പിക്കും. ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി. ജീവിത വിശുദ്ധി എന്ന് പറയുന്നതാണ് ദൈവത്തിന് ജീവിത വിശുദ്ധിയാണ് ദൈവത്തിന് പ്രസാദം. സ്തോത്രം. ജീവിത വിശുദ്ധി ദൈവത്തിന് പ്രസാദം. പല കാര്യങ്ങളും മനസ്സിലൂടെ കയറി ഞങ്ങൾ പിടിച്ചു നിർത്തുക. വീട്ടിൽ തന്നെ ഇരിക്കുമ്പോഴും പരസ്യമായി നിൽക്കുമ്പോഴും നമ്മെ അറിയാവുന്ന ലോകത്ത് നമ്മൾ നിൽക്കുമ്പോഴും അറിയാത്ത ലോകത്തിന് നടുവിൽ നിൽക്കുമ്പോഴും വിശുദ്ധിയുടെ പ്രമാണത്തിൽ നാം നിൽക്കുക. ഒരു വ്യക്തി എന്നോട് പറയാനിടയായി, പക്ഷേ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഒരു മേശപ്പുറത്ത് കൂടെ ജോലി ചെയ്യുന്നവർക്കെല്ലാം
സമയത്ത് വായിക്കാൻ പുസ്തകങ്ങൾ അടുക്കി വെച്ചിട്ടുണ്ട്. എന്റെ ബ്രേക്കിന്റെ സമയത്ത് ആരോ എന്നെ കയ്യെ പിടിച്ച് വലിച്ചോണ്ട് പോകുന്നത് പോലെ ആ മേശയുടെ മുമ്പിൽ പോയി എന്നെ ഇരുത്തും. അവിടെയുള്ള എല്ലാ പുസ്തകങ്ങളും എനിക്ക് വിഷയമല്ല. പക്ഷെ അവിടെയുള്ള ചില പുസ്തകങ്ങൾ എന്റെ ആകർഷണമാണ്. എല്ലാ ജോലിയിലും എനിക്കത് കണ്ടില്ലെങ്കിൽ, ഓരോ ആഴ്ച വരുന്നത് എനിക്ക് കണ്ടില്ലെങ്കിൽ, അത് വായിച്ചില്ലെങ്കിൽ എനിക്ക് സ്വസ്ഥതയില്ല. പോകുമ്പോൾ തന്നെ ചിന്തിച്ചുകൊണ്ടാണ് പോകുന്നത്. അത് വായിക്കണം, അത് നോക്കണം. അവിശ്വാസിയുടെ കാര്യമൊന്നുമല്ല ഞാനീ പറയുന്നത്. നമ്മുടെ കൂടെ ഉള്ള ആളല്ലെന്ന് മാത്രമേ ഉള്ളൂ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ആ വ്യക്തി അതിനകത്ത് ജയിക്കുന്നിടം വരെ അതേ പ്രശ്നം അവൻ വീണ്ടും 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 വന്നുകൊണ്ടിരിക്കും. ഞാനൊന്നുകൂടെ പറയാം, എന്ന് അവൻ അതിനെ ജയിക്കുന്നു, അത് കഴിയുമ്പോഴേ അവൻ അതിന്റെ മേൽ കയറി നിന്നിട്ടുള്ളൂ. ഏതിലൊരുവൻ തോൽക്കുന്നുവോ അവൻ അതിനെ അടിമപ്പെട്ടിരിക്കുന്നു. സ്തോത്രം. ഞാനൊന്നുകൂടെ പറയാം, നാം ഏതിന് തോൽക്കുന്നുവോ നാം അതിന് അടിമപ്പെട്ടിരിക്കുന്നു. ജയിക്കുക. ജയിച്ചില്ലെങ്കിൽ ആ കാര്യം വെച്ച് കെടാത്തതയും ചാകാത്ത പുഴുവുള്ളത് നിന്നെ വലിച്ചെറിയുന്ന ഒരു കാലം മുൻപിലുണ്ട്. നോക്കുക, ജയിക്കാൻ കഴിയാത്തിടത്തോളം. ഞാൻ ആ സഹോദര വിഷയമാണെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും വിഷയമുണ്ടെങ്കിലും ഒന്ന് കാണാൻ വേണ്ടിയാ പറയുന്നത്. ഞാൻ ആ സഹോദരനോട് സ്നേഹത്തിന്റെ ഭാഷയിൽ പറഞ്ഞു, സഹോദരാ, നീ ജയിക്കുന്നിടം വരെ എന്റെ കർത്താവിന് സ്വസ്ഥതയില്ല. നീ അവന് മേൽ ജയിക്കുന്നിടം വരെ കർത്താവിന് സ്വസ്ഥതയില്ല. നീ അതിന് അടിമപ്പെട്ടു പോവുക. ജയിക്കണ്ടേ? ജയിക്കുന്നത് ദൈവത്തിന് ഇഷ്ടമാണ്. വിശുദ്ധിയുടെ പ്രമാണത്തിൽ നിൽക്കുന്നത് ദൈവത്തിന് ഇഷ്ടമാണ്. അവനെ അയച്ചവനിൽ വിശ്വസിക്കുന്നത് ദൈവത്തിന് ഇഷ്ടമാണ്. ഏത് മനുഷ്യനും രക്ഷിക്കപ്പെടുന്നത് ദൈവത്തിന് ഇഷ്ടമാണ്. ദൈവത്തിന്റെ പരിജ്ഞാനത്തിലേക്ക് ഏത് മനുഷ്യനും വരേണ്ടുന്നത് ദൈവത്തിന് ഇഷ്ടമാണ്. ആയതിനാൽ തലയ്ക്ക് മുകളിലൂടെ ആകാശവും പാദമൂന്നി നിൽക്കുന്നതായ ഭൂമിയും ഒരു ദിവസം മാറിപ്പോകും. മാറിപ്പോകാത്തതൊന്നേ ഉള്ളൂ, ദൈവത്തിന്റെ വചനം. ദൈവവചനം നമ്മുടെ ഇമ്മോർട്ടൽ സോളിനെ അല്ലെങ്കിൽ സ്പിരിറ്റിനെ അവനോടുകൂടെ നിത്യം നിത്യം വാഴുവാൻ നമ്മെ അവൻ വചനത്തിൽ കൂടെ ആഹ്വാനം ചെയ്യുന്നു. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.